ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാം ഗുരുഭൂതനും ഇപ്പോൾ സോപാനം അക്കാഡമിയുടെ ഡയറക്ടറുമായി പ്രവർത്തിക്കുന്ന ശ്രേഷ്ഠനായ KM ജോർജ് അച്ഛൻ, ഈ SEO സൊസൈറ്റിയുടെ ഒരു മുഖ്യ കാര്യദർശിയായി പ്രവർത്തിക്കുന്ന പ്രിൻസ് അച്ഛൻ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് ഈ ധ്യാനത്തിനായി ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, സെൻറ്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് സൊസൈറ്റിയുടെ അംഗങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ഇപ്പോൾ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് 15 ദിവസത്തേക്ക് നോമ്പനുഷ്ഠിക്കുന്ന സമയമാണ്. വിശുദ്ധ ദൈവമാതാവിലൂടെ മനുഷ്യകുലത്തിന് സംലബ്ധമായ അനുഭവമായ സ്വാതന്ത്ര്യത്തെ നാം അനുഭവിക്കുന്ന, ആസ്വദിക്കുന്ന സമയമാണ്. കൂടാതെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സ്വാതന്ത്ര്യത്തെയും നാം അനുസ്മരിച്ച് ആഹ്ലാദിക്കുന്ന സമയമാണ് ഈ നോമ്പിൻ്റെ അവസാനം. 15 ദിവസത്തെ പ്രത്യേകമായ ആത്മീക ചര്യകളിലൂടെ നമ്മളെ തന്നെ നാം വിശുദ്ധീകരിക്കുകയാണ്. ബഹുമാനപ്പെട്ട KM ജോർജ് അച്ഛൻ ഓർമ്മിപ്പിച്ചതുപോലെ, അന്ധകാരം ചൂഴ്ന്നു നിൽക്കുന്ന ഈ പരിതോവസ്ഥയിൽ വെളിച്ചത്തിൻ്റെ മക്കളായി വളരുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമമാണ് ഈ നോമ്പിലൂടെ നാം ചെയ്യുന്നത്. ഈ നോമ്പിൽ ഈ വിശുദ്ധീകരണം വളരെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യമാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, നമ്മുടെ ഈ നാട് മുഴുവനും ഇപ്പോൾ ഒരു വിധത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നല്ല മഴ പെയ്ത് നമ്മുടെ മരങ്ങളെല്ലാം വളരെ മനോഹരമായി ശുദ്ധമായിരിക്കുകയാണ്. അതിലുണ്ടായിരുന്ന പൊടിയും പടലവും മാലിന്യങ്ങളും എല്ലാം മാറി അന്തരീക്ഷം വളരെ റിഫ്രഷ്ഡ് ആയിരിക്കുന്ന ഒരു സമയമാണിപ്പോൾ. ഇത് പ്രകൃതി തന്നെ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രകൃതിയിൽ ഇങ്ങനെയുള്ള ശുദ്ധീകരണം നാം കണ്ടുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇത് മനുഷ്യ ജീവിതങ്ങളിലും ഉണ്ടാവണം. നമ്മുടെ മനസ്സിലും നമ്മുടെ ഹൃദയങ്ങളിലും തങ്ങി നിൽക്കുന്ന അശുദ്ധിയെ പാടെ വിഭാടനം ചെയ്യുവാനുള്ള, അതിനെ ശുദ്ധീകരിച്ചെടുക്കുവാനുള്ള ഒരു പ്രത്യേക സമയമാണ് ഈ നോമ്പെന്ന് പറയുന്നത്. നോമ്പിൽ നൊമ്പരമാണ് ഉണ്ടാവേണ്ടത്. നമ്മുടെ മനസ്സുകളിൽ, നമ്മുടെ ഹൃദയങ്ങളിൽ നൊമ്പരമുണ്ടാവണം. ശുദ്ധീകരണത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണത്. നൊമ്പരമില്ലാതെ നോമ്പ് നോൽക്കാൻ നമുക്ക് സാധ്യമല്ല. അനുതാപമായിരിക്കണം, മാനസാന്തരമായിരിക്കണം, ദൈവസന്നിധിയിലേക്കുള്ള ഒരു പടിപടിയായുള്ള വളർച്ചയായിരിക്കണം നോമ്പിന്റെ അന്തർധാരയായി നിലകൊള്ളേണ്ടത്. അച്ഛൻ പറഞ്ഞതുപോലെ നാം പടിപടിയായി വളരുകയാണ്. ഈ നോമ്പ് നോൽക്കുമ്പോഴും ഒരു പടി നാം കയറുകയാണ്. ദൈവസന്നിധിയിലേക്കുള്ള പ്രയാണത്തിൽ നാം ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ്. അത്തരത്തിൽ നോമ്പിനെ ക്രമീകരിക്കുവാൻ, നോമ്പിന്റെ ആ ശരിയായ ആത്മീയ അംശത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു വേദഭാഗമാണ് ഞാനിന്ന് ഇവിടെ വായിച്ച് നിങ്ങളോടൊപ്പം ധ്യാനിക്കുന്നത്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകം 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. പ്രവാചക ശിഷ്യന്മാർ എലീശായോട്, ഞങ്ങൾ പാർക്കുന്ന ഈ സ്ഥലം ഞങ്ങൾക്ക് തീരെ ഇടുക്കമായിരിക്കുന്നു എന്ന് നീ കാണുന്നുവല്ലോ. ഞങ്ങൾ യോർദാനോളം ചെന്ന് അവിടെ നിന്ന് ഓരോരുത്തൻ ഓരോ മരം കൊണ്ടുവന്ന് ഞങ്ങൾക്ക് പാർക്കേണ്ടതിന് ഒരു സ്ഥലമുണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു.
പോകുവിൻ എന്നവൻ പറഞ്ഞു. അവരിൽ ഒരുത്തൻ, ദയ ചെയ്ത് അടിയങ്ങളോടുകൂടെ പോരണമേ എന്ന് അപേക്ഷിച്ചതിന് പോരാം എന്നവൻ പറഞ്ഞു. അങ്ങനെ അവൻ അവരോടുകൂടെ പോയി. അവർ യോർദാങ്കിലെത്തി മരം മുറിച്ചു. എന്നാൽ ഒരുത്തൻ മരം മുറിക്കുമ്പോൾ കോടാലി ഊരി വെള്ളത്തിൽ വീണു. അയ്യോ കഷ്ടം യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് അവൻ നിലവിളിച്ചു. അതെവിടെ വീണു എന്ന് ദൈവപുരുഷൻ ചോദിച്ചു. അവൻ ആ സ്ഥലം അവനെ കാണിച്ചു. അവനൊരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ആ ഇരുമ്പ് പൊങ്ങി വന്നു. അത് എടുത്തുകൊള്ളുക എന്നവൻ പറഞ്ഞു. അവൻ കൈ നീട്ടി അത് എടുത്തു. വളരെ രസകരമായ, ഒരുപക്ഷെ ഇന്നത്തെ ശാസ്ത്രലോകത്തിന് വിശദീകരിക്കാനാവാത്ത ഒരു വലിയ അത്ഭുതമാണ് ഈ ഭാഗത്ത് നാം വായിക്കുന്നത്. വെള്ളത്തിൽ വീണുപോയ ഒരു മഴു, ഒരു ഇരുമ്പായുധം വെള്ളത്തിന് മുകളിലേക്ക് പൊങ്ങി വരുന്ന അത്ഭുതമാണ് ഇവിടെ നാം വായിച്ചത്. ഇതിന്റെ പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. BC 8-ാം നൂറ്റാണ്ടിൽ വളരെ അനുഗ്രഹകരമായ പ്രവാചക ശുശ്രൂഷ നിർവഹിച്ച തേജോമയനായ പ്രവാചകനാണ് എലീശ. ഏലിയായുടെ ആത്മാവിൽ ഇരട്ടി പങ്ക് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നടന്ന ഒരു വലിയ ക്രാന്തദർശിയായ പ്രവാചകൻ. ഈ പ്രവാചകന്റെ ശക്തിയും അദ്ദേഹത്തിന്റെ ആത്മീയ തേജസ്സും ഇസ്രായേലിലുടനീളം പരന്നപ്പോൾ അനേകം ആളുകൾ ശിഷ്യന്മാരായി വന്നു. പ്രവാചകന്റെ ശിഷ്യത്വം സ്വീകരിക്കുവാൻ അനേകർ വന്നു തുടങ്ങിയപ്പോൾ അവർ താമസിച്ചിരുന്ന സ്ഥലം ഈ ജനബാഹുല്യം നിമിത്തം, അംഗങ്ങളുടെ ബാഹുല്യം നിമിത്തം പോരാതെ വരികയാൽ അത് കുറെ കൂടെ വിപുലപ്പെടുത്തുവാനുള്ള ശ്രമമാണ് ആദ്യമേ നടക്കുന്നത്. ഇവിടെ രണ്ട് കഥാപാത്രങ്ങളുണ്ട്. ഒന്ന് എലീശ, രണ്ട് പേര് പറഞ്ഞിട്ടില്ലാത്ത ഒരു ശിഷ്യൻ. ഇവർ രണ്ടുപേരും തമ്മിൽ നടക്കുന്ന സംവാദവും അവരുടെ ഇടയിൽ നടക്കുന്ന ഒരു സംഭവവുമാണ് നമ്മുടെ ചിന്താവിഷയമാകുന്നത്. ഈ പ്രവാചകന്റെ അടുത്ത് എന്ന് ശിഷ്യൻ പറയുകയാണ്, ഞങ്ങൾക്ക് താമസിക്കുന്ന സ്ഥലം വളരെ ഇടുക്കമായിരിക്കുന്നു, അതുകൊണ്ട് ഈ ഡോർമിറ്ററി കുറെ കൂടെ ഒന്ന് വലുതാക്കണം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ സെമിനാരി ആയിരിക്കണം ഈ പ്രവാചകന്റെ ഈ സ്ഥലം. അവിടെ ശിഷ്യന്മാരൊക്കെ വന്നപ്പോ അവർക്ക് സ്ഥലം തികയുന്നില്ല, താമസിക്കാൻ ഇടുക്കമായിരിക്കുന്നു എന്ന് കംപ്ലൈന്റ് ചെയ്യുകയാണ്. ജനം കൂടി വരുമ്പോൾ, അംഗബലം വർദ്ധിക്കുമ്പോൾ നമുക്ക് ഒരുപക്ഷെ ഇപ്പോ നമ്മൾ പരിചയിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും സൗകര്യങ്ങളും പോരാ എന്ന് വന്നേക്കാം. അപ്പോഴത് പൊളിച്ചു പണിയണം, അത് വലുതാക്കണം. അങ്ങനെയുള്ള അനേകം നല്ല സന്ദർഭങ്ങൾ സഭയിൽ പലയിടത്തും ഉണ്ടായിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരു 6 മാസം മുമ്പ് ഞാൻ കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ചില ആശ്രമങ്ങൾ സന്ദർശിക്കുകയുണ്ടായി ഈജിപ്തിൽ. അവിടെ മരുഭൂമിയുടെ നടുക്കാണ് മിക്കവാറും എല്ലാ ആശ്രമങ്ങളും. അന്തോണിയോസിന്റെയും പക്കോമിയോസിന്റെയും ഒക്കെ ദയറാകൾ ഇപ്പോഴും അവിടെയുണ്ട്. അവിടെ ആശ്രമാധിപന്മാരെ കണ്ടപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, അവരുടെ ആശ്രമങ്ങളിൽ ഇപ്പോൾ സ്ഥലം തികയുന്നില്ല, അതുകൊണ്ട് വലിയ ബിൽഡിങ്സ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. മരുഭൂമിയിലാണെങ്കിലും അത് വിപുലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കാരണം സന്യാസം സ്വീകരിക്കുവാൻ തയ്യാറായി അനേകം ചെറുപ്പക്കാർ വരുന്നു. അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം ഒരു തിരക്ക് ഈ കാര്യത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഒരുപക്ഷെ നമ്മുടെ സഭയിലെ ആശ്രമങ്ങളും സന്യാസ പ്രസ്ഥാനങ്ങളും ഒക്കെ പലയിടത്തും അടച്ചുപൂട്ടേണ്ട ഗതിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആരും അങ്ങോട്ട് പോകാറില്ല. നമ്മുടെ നല്ല പിള്ളേരെ എല്ലാം നമ്മൾ എഞ്ചിനീയറിങ്ങിനും മെഡിസിനും ഒക്കെ വിട്ട് അവരെയൊക്കെ ഉന്നതന്മാരാക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ആശ്രമങ്ങളിലേക്ക് സന്യാസത്തിന്റെ ഒരു വിളി കേട്ട് പോകുവാൻ ആളില്ല. ആശ്രമങ്ങളൊക്കെ പൂട്ടേണ്ട ഗതിയിലേക്ക് വരികയാണ്. എന്നാൽ ഇതേ കാലഘട്ടത്തിൽ ഈജിപ്തിൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ താമസ സ്ഥലം വിപുലപ്പെടുത്തിക്കൊണ്ട്
പ്രാർത്ഥനയുടെ നിർച്ചരി കൂടുതൽ ഉയരത്തക്കവണ്ണം, ആത്മീകമായ ഊർജം കൂടുതൽ ശേഖരിക്കത്തക്കവണ്ണം ക്രമീകരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളത്. നമ്മൾ ഇന്ന് വിപുലപ്പെടുത്തിക്കൊണ്ടായിരിക്കുന്ന നമ്മളും നമ്മുടെ പള്ളികളൊക്കെ പൊളിച്ചു പണിയുകയാണ്. നല്ല പള്ളികളൊക്കെ പൊളിച്ചു കളഞ്ഞു. ഒന്നാന്തരം പള്ളികളൊക്കെ നമ്മൾ പൊളിച്ച് ഇപ്പോൾ വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. പള്ളിയുടെ മുറ്റം മുഴുവനും നമ്മൾ ടൈലിട്ട് മനോഹരമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം പോലും പള്ളിമുറ്റത്ത് താഴരുത്. അത്തരത്തിൽ നമ്മുടെ സൗന്ദര്യബോധം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണിത്. ഞാൻ ചിലപ്പോഴൊക്കെ ഓർക്കും, നല്ല മനോഹരമായ പുരാതനമായ പള്ളികൾ പൊളിക്കുന്ന എന്തിനു വേണ്ടിയാണ്? അംഗബലമൊന്നും വർദ്ധിക്കുന്നില്ല. നമ്മുടെ ഓർത്തഡോക്സുകാർക്ക് ബയോളജിക്കൽ ഗ്രോത്ത് ഒന്നും കാര്യമായിട്ട് ഉണ്ടാവുന്നില്ല. നമ്മുടെ കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളുടെ നമ്പർ കുറഞ്ഞാണ് വരുന്നത്. അപ്പോൾ ആ ട്രെൻഡ് ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വീണ്ടും വലിയ പള്ളികൾ വെക്കുന്നതിൻ്റെ ആവശ്യം എന്താണെന്ന് ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മൾ സഭയാണോ വളരുന്നത് അതോ പള്ളിയാണോ വളരുന്നത് എന്ന് നമ്മൾ പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാലമായി. പള്ളികൾ വലുതാകുന്നത് കൊണ്ട് സഭ വലുതായിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. പലയിടത്തും പള്ളി പൊളിച്ച് വലുതാക്കി അത് കൂടുതൽ അലങ്കരിച്ച് സൗന്ദര്യവൽക്കരിച്ച് പോകുന്നത് കൊണ്ട് സഭയുടെ ശക്തി വർദ്ധിക്കുന്നു എന്ന് ഒരു തെറ്റിദ്ധാരണ നമുക്ക് വേണ്ട. കുറെ കൂടെ സഭയെ ശക്തീകരിക്കുവാനുള്ള, സഭയുടെ ഭിത്തിയെ ബലവത്താക്കാനുള്ള പരിശ്രമങ്ങൾ നമുക്കുണ്ടായേ മതിയാവും. ഇവിടെ ഇടുക്കമായിരിക്കുന്നു എന്നുള്ള ചിന്തയിൽ കൂടുതൽ ആത്മീക അനുഭവങ്ങളുള്ള അനേകർ സഭയിൽ വളർന്നു വരേണ്ട ആവശ്യമുണ്ട്. ഈ പ്രവാചകന്റെ അടുത്ത് ചെന്ന് ഈ ശിഷ്യൻ പറയുകയാണ്, ഞങ്ങൾക്ക് ഈ സ്ഥലം ഇടുക്കമായിരിക്കുന്നു, അതുകൊണ്ട് ഈ താമസ സൗകര്യങ്ങൾ കൂടുതൽ വർദ്ധിപ്പിക്കത്തക്കവണ്ണം യോർദാൻ നദിയുടെ തീരത്തുള്ള മരം മുറിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ കെട്ടിടമുണ്ടാക്കട്ടെ എന്ന് ചോദിക്കുന്നു. പ്രവാചകൻ പറഞ്ഞു, ശരി, പൊക്കോളൂ, നിങ്ങൾ പോയി മരം മുറിച്ചുകൊണ്ടുവരിക. ശിഷ്യൻ പറഞ്ഞു, അങ്ങനെയല്ല, നീ ഞങ്ങളുടെ കൂടെ വരണം. ഇദ്ദേഹം അവരുടെ കൂടെ പോകുന്നു. യോർദാൻ നദിയുടെ കരയിലുള്ള മരക്കൂട്ടത്തിൽ ചെന്ന് അവിടെ ഒരു മരം ഒരാൾ മുറിക്കുന്നു. മുറിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ അവൻ ഉപയോഗിച്ചിരുന്ന കോടാലി, മഴു തെറിച്ച് യോർദാനിലെ വെള്ളത്തിൽ വീഴുന്നു. ഇത് വളരെ സങ്കടകരമായ ഒരവസ്ഥയാണ്. ജോലി ചെയ്തുകൊണ്ടിരുന്ന അതിൻ്റെ പ്രധാന ആയുധം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അവൻ പിന്നീട് അവിടെ നിഷ്ക്രിയനായിട്ടിരിക്കാനേ പറ്റുകയുള്ളൂ. അവന് ജോലി ചെയ്യാനുള്ള ആയുധം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് ഒരു തരത്തിലും തിരിച്ചെടുക്കാനാവാത്ത വിധം വെള്ളത്തിനാണ് വീണിരിക്കുന്നത്. എവിടെയെങ്കിലും കരഭാഗത്ത് തെറിച്ചു വീണിരുന്നെങ്കിൽ പോയി എടുക്കാമായിരുന്നു. ഇത് നദിയുടെ ആഴത്തിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് എടുക്കാനും പാടില്ല. ഈ തരം വീഴ്ചകൾ നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിലുണ്ടാവാം. ആത്മീക ആയോധനത്തിനായി പോകുമ്പോൾ നമുക്കൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഞങ്ങൾ നോമ്പ് നോക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കുർബാന അനുഭവിക്കുന്നുണ്ട്, പള്ളിക്കുള്ള ഭോഗങ്ങളൊക്കെ മുറതെറ്റാതെ കൊടുക്കുന്നുണ്ട്, ഞാനൊരു നല്ല ക്രിസ്ത്യാനിയാണെന്നുള്ള ബോധത്തോടെയാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ ഓർക്കുക, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആത്മീക ശക്തി, നാം ആയോധനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മഴു തെറിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരു വീഴ്ച സംഭവിക്കാൻ എപ്പോഴും സാധ്യതയുണ്ട്. ആത്മീകമായി ഉന്നതിയിലെത്തിയ അനേകർ വീണുപോയ കഥകൾ നമുക്കറിയാം. ഞാൻ ആ ഭാഗത്തേക്ക് ദീർഘമായി സംസാരിക്കുന്നില്ല. ആത്മീകമായ ഔന്നത്യത്തിലെത്തിയ പലരും വീണുപോയിട്ടുണ്ട്. ഹൗ ആർ ദ മൈറ്റി ഫോളൻ എന്ന് ഇംഗ്ലീഷിൽ പറയുമല്ലോ. ശക്തന്മാർ വീണുപോയതെങ്ങനെ? കരുത്തന്മാർ, പ്രബലന്മാർ, ആത്മീകമായി അനേകം ശക്തി സമ്പാദിച്ചവർ പലരും പലയിടത്തും വീണുപോയിട്ടുണ്ട്. വേദപുസ്തക ചരിത്രത്തിൽ തന്നെ അനേകരെ നമുക്ക് കാണാം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒത്തിരി കഥാപാത്രങ്ങൾ ഇങ്ങനെ വീണുപോയവരുണ്ട്. അത് ആർക്കും സംഭവിക്കാവുന്ന തെറ്റാണ്. രണ്ടുപേരുടെ കാര്യം മാത്രം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഒരാളുടെ കഥ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ന്യായാധിപന്മാരുടെ പുസ്തകം 8-ാം അധ്യായത്തിൽ ഗിദയോൻ എന്ന ഒരു ന്യായാധിപന്റെ കഥ പറയുന്നുണ്ട്. 24-ാം വാക്യത്തിൽ പറയുന്നു, ഗിദയോൻ അവരോട്, ഞാൻ നിങ്ങളോട് ഒന്നു മാത്രം അപേക്ഷിക്കുന്നു,
നിങ്ങളിൽ ഓരോരുത്തൻ കൊള്ളയിൽ കിട്ടിയ കടുക്കൻ എനിക്ക് തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ അധ്യായത്തിന്റെ തന്നെ 28-ാം വാക്യത്തിൽ പ്രത്യേകം പറയുന്നു, അത് ഗിദെയോനും അവന്റെ കുടുംബത്തിനും ഒരു കെണിയായി തീർന്നു എന്ന്. വലിയ യുദ്ധങ്ങളിലൂടെ ഇസ്രായേൽ ജനത്തെ നയിച്ച ന്യായാധിപനാണ് ഗിദെയോൻ. വലിയ കരുത്തുള്ളവനായിരുന്നു. മിദ്യാന്യരോട് യുദ്ധം ചെയ്ത് അവരെ നിശേഷം തറപറ്റിച്ചു കഴിഞ്ഞപ്പോൾ ജനങ്ങളെല്ലാം കൂടെ പറഞ്ഞു, ഗിദെയോൻ ഞങ്ങൾക്ക് രാജാവാകണം. അതുവരെ ഇസ്രായേലിൽ രാജാക്കന്മാരൊന്നുമില്ല, ന്യായാധിപന്മാരുടെ ന്യായപാലനം മാത്രമേ ഉള്ളൂ. ഗിദെയോൻ ഞങ്ങൾക്ക് രാജാവാകണം എന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഗിദെയോൻ പറഞ്ഞു, എന്റെ പൊന്നുമക്കളെ, എനിക്ക് രാജാവൊന്നും ആവണ്ട, നിങ്ങളുടെ രാജാവായിട്ട് ഞാൻ ഇരിക്കുകയുമില്ല എന്ന് പറഞ്ഞേച്ച് അദ്ദേഹം പറയുകയാണ്, നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങളിപ്പോ മിദ്യാന്യരുടെ കയ്യിൽ നിന്നും കൊള്ളയടിച്ച സ്വർണമോ വെള്ളിയോ വല്ലോ ഉണ്ടെങ്കിൽ അത് അല്പം എനിക്ക് തന്നേക്കുക എന്ന് പറഞ്ഞു ഒരു തോർത്ത് വിരിച്ചു അവിടെ ഇരുന്നു. എല്ലാവരും ഓനോന് കിട്ടിയതെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇട്ടു. ഗിദെയോന് ഒത്തിരി സ്വർണവും വെള്ളിയും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോ ഈ വേദപുസ്തകം പറയുന്ന എന്താണ്, അത് അവനും അവന്റെ കുടുംബത്തിനും ഒരു വലിയ കെണിയായി തീർന്നു എന്നാണ്. വീഴ്ച സംഭവിക്കുന്നത് ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള രംഗങ്ങളിലാണ്. എല്ലാ കാര്യങ്ങളിലും മനോഹരമായി അനുഗ്രഹകരമായി പ്രവർത്തിക്കുന്ന പലരും ഈ പണത്തിന്റെ കിലുക്കത്തിൽ വീണുപോകുന്നവരുണ്ട്, സ്വർണത്തിന്റെ തിളക്കത്തിൽ വീണുപോകുന്നവരുണ്ട്. സ്വർണവും വെള്ളിയൊന്നുമല്ല, നാം ഈ കാണുന്ന പണമൊന്നുമല്ല വലിയ കാര്യം. പലരും അവിടെ വീണുപോയിട്ടുണ്ട്. കർത്താവിന്റെ ശിഷ്യനായ യൂദാ പോലും പണക്കിലുക്കത്തിലാണല്ലോ വീണുപോയത്. അതുകൊണ്ട് വീഴ്ചയ്ക്ക് അവസരമുണ്ടാക്കുന്ന തരത്തിൽ ഈ ധനത്തോടുള്ള ആർത്തി, ധന ആസക്തി ഉണ്ടാകാനായിട്ട് പാടില്ല. അന്യായമായിട്ട് പണം സമ്പാദിക്കുന്നത് ഒരു തരത്തിലും നമുക്ക് ന്യായീകരിക്കാനും നീതീകരിക്കാനും പറ്റില്ല. വാത്സല്യമുള്ളവരെ, വേദപുസ്തകം പറയുന്നു, അന്യായമായി ധനം സമ്പാദിക്കുന്നവൻ താൻ ഇടാത്ത മുട്ടയ്ക്ക് പൊരുന്നയിരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാകുന്നു. സ്വന്തമായിട്ടിട്ട മുട്ടയല്ല, വല്ലവനും ഇട്ട മുട്ടയാണ്. അത് കീഴിൽ എടുത്തു വെച്ച് എന്റെ മുട്ടയാണ് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്ന തിത്തിരിപ്പക്ഷിയെ പോലെയാണ് അന്യായമായിട്ട് പണം സമ്പാദിക്കുന്നത്. ഗിദെയോൻ വീണത് പണത്തിന്റെ പുറത്താണ്. ഇതേ പുസ്തകത്തിൽ, ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ അവിടെ ഒരാളുണ്ട്, അതും അതിമാനുഷ്യനായ അമാനുഷ പ്രതിഭകളുള്ള ശക്തിയുള്ള ഒരു മനുഷ്യനാണ്. അത് ശിംശോൻ. മാനോഹയ്ക്കും അയാളുടെ ഭാര്യയ്ക്കും ദൈവം ദാനം കൊടുത്ത കുഞ്ഞാണ് ശിംശോൻ. ശിംശോൻ ചെറുപ്പം മുതൽ, ബാല്യം മുതൽ നാസീർ വ്രതം സ്വീകരിച്ച് മുടി ക്ഷൗരം ചെയ്യാതെ തന്റെ ആത്മീക ശക്തി മുഴുവനും മുടിക്കുള്ളിൽ സൂക്ഷിച്ചു വെച്ച ശക്തനായ ന്യായാധിപനാണ്. അദ്ദേഹം എങ്ങനെയാ വീണത്? ശിംശോൻ എങ്ങനെയാ പോയി വീണത്? ശിംശോൻ പണത്തിലല്ല വീണത്. ശിംശോൻ വീണത് ദലീല എന്ന ഒരു സ്ത്രീയുടെ മടിയിലാണ് പോയി വീണത്. മഴു തെറിച്ചു പോകും കേട്ടോ. എത്ര ശക്തനാണെങ്കിലും എത്ര കരുത്തനാണെങ്കിലും നമ്മുടെ ആത്മീക ശക്തി നമുക്ക് നഷ്ടപ്പെടാം. ഗിദെയോൻ കരുത്തനായിരുന്നു, അതിനേക്കാൾ കരുത്തനായിരുന്നു ശിംശോൻ. ഇവരൊക്കെ വീണുപോയ ലോകമാണിത്. അതുകൊണ്ട് ആത്മീക ആയോധനത്തിൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ശക്തി തകർന്നു പോകുന്ന, തളർന്നു പോകുന്ന, പതറിപ്പോകുന്ന, വീണുപോകുന്ന അവസരങ്ങളും സാഹചര്യങ്ങളും ഉണ്ടായെന്നിരിക്കും. ഇത് ആത്മീകമായി മുന്നേറുന്ന ഓരോരുത്തരുടെയും ഒരു അനുഭവമാണ്, നിമ്നോന്നതമായ ആത്മീക അനുഭവങ്ങൾ. ചിലപ്പോഴൊക്കെ തോന്നും നമ്മൾ ഒത്തിരി വളരുന്നു, മുന്നോട്ട് പോകുന്നു. ചിലപ്പോൾ തോന്നും നമ്മൾ ഒത്തിരി തളരുന്നു എന്ന്. അത് ഏണിയും പാമ്പും കളിക്കുന്നത് പോലെയാണ്. ചിലപ്പോൾ ഇങ്ങനെ അങ്ങ് ഏണിയെ കൂടെ കയറി അങ്ങ് പോവും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഒരു പാമ്പ് വിഴുങ്ങി താഴേക്ക് പോരുന്ന രീതിയിൽ ആത്മീകമായ ശോഷണം, ശുഷ്കിക്കുന്ന അവസ്ഥ ഉണ്ടായിപ്പോയി എന്നിരിക്കും. എന്താണ് ഈ മഴു അല്ലെങ്കിൽ കോടാലി? ഈ കോടാലി നമ്മുടെ ആത്മീക ശക്തിയാണ്. നാം പ്രാർത്ഥനയിലൂടെ, വ്രതാനുഷ്ഠാനങ്ങളിലൂടെ, കുർബാനാനുഭവങ്ങളിലൂടെ സംഭരിച്ചിരിക്കുന്ന ആത്മീകമായ നമ്മുടെ ശക്തിയാണ് ഈ മഴു എന്ന് പറയുന്നത്. അത് തെറിച്ച് വെള്ളത്തിൽ ഇനി എടുക്കാനാവാത്ത വിധം
പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നാണ് പ്രത്യേകം ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്ത് ചെയ്തു ഈ ശിഷ്യൻ, എന്ത് ചെയ്തെന്നാണ് എഴുതിയിരിക്കുന്നത്? മഴ തെറിച്ചു പോയപ്പോൾ ഇനി മഴ പോയല്ലോ, ജോലി ചെയ്യണ്ട, എവിടെയെങ്കിലും കുത്തിയിരുന്നു കൊള്ളാം എന്ന് വിചാരിച്ച് മരത്തിന്റെ ചുവട്ടിൽ നിന്ന് വിശ്രമിച്ചില്ല. നമുക്കൊക്കെ എങ്ങനെയാണ്, ജോലി ചെയ്യുന്ന ആയുധം പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും കുത്തിയിരുന്ന് സമയം തീർക്കുക എന്നുള്ളതാണ്. ഇവിടെ അവൻ അതല്ല ചെയ്യുന്നത്. ഈ ശിഷ്യൻ എന്ത് ചെയ്തു? അവൻ ഉറക്കെ നിലവിളിച്ചു. അയ്യോ യജമാനനെ, അത് വായ്പ വാങ്ങിയതായിരുന്നു എന്ന് പറഞ്ഞ് അവൻ നിലവിളിച്ചു, ഉറക്കെ കരഞ്ഞു. ദിസ് ഈസ് എ ക്രൈ ഓഫ് ഹെൽപ്ലെസ്നെസ്. ഇത് നിസ്സഹായതയുടെ ഒരു വലിയ കരച്ചിലാണ്. തൻ്റെ കയ്യിലിരുന്ന ആയുധം നഷ്ടപ്പെടുമ്പോൾ പിന്നെ അവൻ നിസ്സഹായനായി, അവനൊന്നും ചെയ്യാനില്ല. ആ നിസ്സഹായതയുടെ ഒരു നിലവിളിയാണ് നാം ഈ ശബ്ദത്തിലൂടെ കേൾക്കുന്നത്. എന്നാൽ അത് നിസ്സഹായതയുടെ മാത്രം ശബ്ദമല്ല, അത് വിശ്വാസത്തിൻ്റെയും പ്രത്യാശയുടെയും കൂടെ ശബ്ദമാണ്. കാരണം അവന് വെറുതെ നിലവിളിക്കുകയല്ല ചെയ്തത്. അവൻ എന്താ നിലവിളിച്ചത്? അയ്യോ യജമാനനെ എന്ന് പറഞ്ഞാണ് അവൻ നിലവിളിച്ചത്. ആ യജമാനൻ അവിടെ ഉണ്ടെന്നും ആ യജമാനന് ഇത് തിരികെ തരാനുള്ള കരുത്തുള്ളവനാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു പക്ഷേ ഒരു പ്രത്യാശാ നിർഭരമായ കരച്ചിലായിരിക്കണം ഈ ശിഷ്യൻ നടത്തിയത്. ഏതാണെങ്കിലും അവൻ നിലവിളിച്ചു എന്നുള്ളതിൽ തർക്കമൊന്നുമില്ല. വാത്സല്യമുള്ളവരെ, വീണ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യാനൊക്കുന്ന ഒരു കാര്യം കരയുക എന്നുള്ളതാണ്. വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിളിക്കുക എന്നുള്ളതാണ്. എഴുന്നേൽക്കാൻ പറ്റാത്ത അവസരങ്ങളിൽ വീണു പോകുന്നവരുണ്ട്. അവർക്കും നിലവിളിക്കുക മാത്രമേ സാധിക്കുകയുള്ളൂ. ഇത് ഒരു ആത്മീകമായ വളർച്ചയുടെ കരച്ചിലാണ്. കരയാതെ ആർക്കും ആത്മീയമായി വളരുവാൻ കഴിയുകയില്ല. ആത്മീക വളർച്ചയിൽ എവിടെയെങ്കിലും വീണുപോകുന്നുണ്ടെങ്കിൽ നാം ആദ്യമേ ചെയ്യേണ്ടത് അഡ്മിറ്റ് ദാറ്റ് ഐ ഹാവ് കമ്മിറ്റഡ് എ മിസ്റ്റേക്ക്. ഞാൻ ഒരു തെറ്റു ചെയ്തു എന്ന് ആദ്യമേ അഡ്മിറ്റ് ചെയ്യണം. അതായത് എൻ്റെ ശക്തി തെറിച്ചുപോയി എന്ന് നാം ആദ്യമേ സമ്മതിക്കണം. നഷ്ടം സംഭവിച്ചു എന്ന് സമ്മതിക്കാതെ ഒരാൾക്കത് തിരിച്ചെടുക്കാൻ സാധ്യമല്ല. നഷ്ടം സംഭവിച്ചു എന്നുള്ള കാര്യം നാം ആദ്യമേ സമ്മതിക്കണം. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അത് മദ്യപാനാസക്തി ഉപേക്ഷിച്ച ആളുകളുടെ സംഘടനയാണ്. അവരുടെ ഈ മദ്യപാനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഇവരെ സമീപിക്കാം. AA എന്ന് പറയും, ആൽക്കഹോളിക് അനോണിമസ്. അവരുടെ പ്രസ്ഥാനത്തിന്റെ ഒന്നാമത്തെ തത്വം അഡ്മിറ്റ് ദാറ്റ് യു ഹാവ് എ മിസ്റ്റേക്ക്. നിനക്ക് ഒരു തെറ്റുണ്ടെന്ന് നീ ആദ്യമേ സമ്മതിക്കണം. ഞാൻ മദ്യപാന രോഗിയാണെന്ന് നീ ആദ്യമേ സമ്മതിക്കണം. സമ്മതിച്ചെങ്കിൽ മാത്രമേ പിന്നെ ട്രീറ്റ്മെന്റ് നടക്കൂ. അതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ ഒരു തെറ്റ് സമ്മതം നടത്തുവാൻ പരിശ്രമിക്കുക. രണ്ടാമത് സമ്മതിക്കേണ്ടത് ദി ആക്സ് ഹെഡ് ഈസ് എ ബോറോഡ് വൺ. അവനത് പ്രത്യേകം പറയുന്നുണ്ട്, മാസ്റ്റർ ഇറ്റ് വാസ് എ ബോറോഡ് വൺ. യജമാനനെ അത് വായ്പ വാങ്ങിയതായിരുന്നു എന്നവൻ പറയുന്നു. ഈ മഴ നമ്മുടെ അല്ല. പലരും വലിയ കേമന്മാരായും മിടുക്കന്മാരായും ഒക്കെ ആത്മീക ലോകത്ത് വിലസുമ്പോൾ ഒരു കാര്യം ഓർക്കുക, ഇത് നമ്മുടെ ആരുടെയും ശക്തിയൊന്നുമല്ല. പലരും ഇന്ന് വലിയ അഡ്വർടൈസ്മെന്റ് ഒക്കെ നടത്തി ആത്മീക കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. നമ്മുടെ ആരുടെയും ശക്തിയല്ല ഇത്. നാം ദൈവത്തിൽ നിന്ന് വായ്പ വാങ്ങിയ ശക്തിയാണ്. ദൈവം തന്നതല്ലാതെ നമ്മുടെ കയ്യിൽ ഒന്നുമില്ല. നിനക്ക് ആത്മീയ ശക്തി ഉണ്ടെങ്കിൽ, പ്രാർത്ഥനാപരമുണ്ടെങ്കിൽ, പ്രവചനപരമുണ്ടെങ്കിൽ, പരിപാലനപരമുണ്ടെങ്കിൽ, ശുശ്രൂഷയുടെ വരമുണ്ടെങ്കിൽ ഒക്കെ നല്ലത്, ഇരുന്നോട്ടെ. പക്ഷേ അതിൽ അഹങ്കരിക്കരുത്. ലഭിച്ചതല്ല എന്ന രീതിയിൽ നീ അഹങ്കരിക്കരുത്. ഇതൊക്കെ ലഭിച്ചത് മാത്രമാണ്. അതുകൊണ്ടാണ് പരിശുദ്ധനായ പൗലോസ് പറയുന്നത്, ഞങ്ങൾക്ക് ഈ നിക്ഷേപമുള്ളത് എവിടെയാണ്? മൺപാത്രങ്ങളിലാണ്. ഈ വൻ നിക്ഷേപം, ഈ ദിവ്യ നിക്ഷേപം ഞങ്ങൾക്കുള്ളത് വെറും മൺപാത്രങ്ങളിലാണ്.
admit and acknowledge that you have a borrowed axe head. നിനക്കുള്ള ആത്മീക ശക്തി അത് ദൈവത്തിൽ നിന്ന് കടം കൊണ്ടതാണ് എന്നുള്ള ബോധം ഉണ്ടാവുക. എപ്പോഴും ചിന്തിക്കുക, കർത്താവേ, ഞാൻ ഈ മഴുവിന്റെ ഒരു കൈ മാത്രമാണ്, മഴുക്കൈ മാത്രമേ ഞാനുള്ളൂ, ശക്തി ആരുടേതാണ്? നിന്റേതാണ് എന്ന് വിശ്വസിക്കുവാൻ നാം പരിശ്രമിക്കണം. ആത്മീയ ലോകത്ത് വളരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ചിന്തിക്കേണ്ടൊരു കാര്യമാണ്, വീഴുമ്പോൾ ഞാൻ വീണു എന്ന് സമ്മതിക്കുക. 2, ഞാൻ വീണപ്പോൾ എൻ്റെ കയ്യിലിരുന്നിരുന്ന ശക്തിയൊക്കെ ദൈവത്തിൻ്റെതായിരുന്നു എന്ന് ചിന്തിക്കുക. 3, I am only a handle of the axe head. നമ്മുടെ പിതാക്കന്മാർ പറയുമല്ലോ, I am the last, the least and the lost. ഞാൻ ലാസ്റ്റ് ആണ്, ഏറ്റവും അവസാനത്തവനാണ്, ലീസ്റ്റ് ആണ്, ഏറ്റവും കുറഞ്ഞവനാണ് എന്ന് മാത്രമല്ല, I am the lost, ഞാൻ നഷ്ടപ്പെട്ടവനുമാണ്. I am the last, least and the lost. അത്തരത്തിലായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം നാം കരുപ്പിടിപ്പിച്ച് എടുക്കേണ്ടത്. വാത്സല്യമുള്ളവരെ, അവൻ ഉറക്കെ കരഞ്ഞു. അവന്റെ ആയുധം നഷ്ടപ്പെട്ടപ്പോൾ പിന്നീടുള്ള അവന്റെ ആയുധം എന്താണ്? കരച്ചിലാണ്. അടുത്ത കാലത്ത് നമുക്ക് നഷ്ടപ്പെട്ടു പോയ ഒരു പ്രധാന ആയുധമാണ് കരച്ചിൽ എന്ന ആയുധം. ദ സ്പിരിച്വാലിറ്റി ഓഫ് ടീയേഴ്സ്. ആ കണ്ണുനീരിന്റെ ആത്മീയത നമുക്ക് അന്യം നിന്നു പോകുന്നു എന്നുള്ളത് നാം ശ്രദ്ധിക്കുക. ഇന്ന് കരയാൻ ആൾ വളരെ കുറവാണ്. ആത്മീക പിതാക്കന്മാരായിട്ടുള്ള അനേകർ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് കരയാനാണ്. യഥാർത്ഥത്തിൽ കുറിയേലായിസോൻ ചൊല്ലുമ്പോൾ ഓർത്തഡോക്സിയുടെ ആത്മീകതയുടെ എല്ലാം കൂടെ ഒരു അരച്ചു കലക്കിയ ഒരു ക്യാപ്സൂൾ ഫോമാണ് കുറിയേലായിസോൻ എന്ന പ്രാർത്ഥന. കുറിയേലായിസോൻ എന്ന് പറഞ്ഞാൽ കർത്താവേ, ഞങ്ങളോട് കരുണ തോന്നണമേ എന്നാണ്. കരുണ തോന്നുന്ന എപ്പോഴാണ്? ഏതെങ്കിലും ബലഹീനതയിലോ പ്രയാസത്തിലോ ഇരിക്കുന്നവരോടാണ് നമുക്ക് കരുണ തോന്നേണ്ടത്. വി ആർ ഫീബിൾ ഹ്യൂമൻ ബീയിങ്സ്. നമ്മളൊക്കെ ബലഹീനരാണ്. അതുകൊണ്ട് നാം ദൈവസന്നിധിയിൽ മുട്ടിപ്പായി കരയണം. കരയാനുള്ള അവസരങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കണം. ഈ നോമ്പ് 15 ദിവസം എല്ലാവരും കരയണം നല്ല പോലെ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, നോമ്പ് നൊമ്പരത്തിന്റെ സമയമാണ്. നമുക്ക് കരയാനായിട്ട് കഴിയണം. ഞാൻ ഈ കഴിഞ്ഞ വർഷത്തെ മണർകാട് പള്ളിയുടെ നട തുറന്ന സമയം, സെപ്റ്റംബർ 8-ാം തീയതി, ആ നട തുറന്ന സമയത്ത് മാതാവിൻ്റെ ഫോട്ടോയിലേക്ക് നോക്കി അനേകരിങ്ങനെ കൈ ഉയർത്തി കരയുന്ന ഒരു പടം പത്രത്തിൽ കണ്ടു. ഒരുപക്ഷെ ഇവിടെയും പരുമലയിലും അങ്ങനെ ഒത്തിരി പേര് വന്ന് കരയുന്നുണ്ടാവും. പക്ഷേ ആ പടം കണ്ടപ്പോൾ എനിക്ക് സങ്കടം തോന്നിയൊരു കാര്യം, ഈ മനുഷ്യരൊക്കെ എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? എന്തിനു വേണ്ടിയാണ് കരയുന്നത്? കൂടുതൽ പേരും അവനവൻ നിശ്ചയിച്ചിരിക്കുന്ന ചില ഉദ്ദിഷ്ട കാര്യങ്ങളുണ്ട്. അത് സാധിക്കാൻ വേണ്ടി ദൈവസന്നിധിയിൽ കരയുന്ന ഒരു പുറപ്പാടാണ് ഇപ്പോൾ കണ്ടു തുടങ്ങിയിട്ടുള്ളത്. എന്നെ ഓർത്ത് ഞാൻ കരയുകയല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ സാധിക്കണം എന്നോർത്ത് മാതാവിൻ്റെ അടുത്തോ പരുമല തിരുമേനിയുടെ അടുത്തോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും പരിശുദ്ധന്മാരുടെ അടുത്തോ പോയി കരയുന്നതിന് വലിയ കാര്യമില്ല. അത് ആരെക്കൊണ്ടും സാധിക്കുന്നതാണ്. പക്ഷേ എന്നെ ഓർത്ത്, എൻ്റെ പാപങ്ങളെ ഓർത്ത്, എൻ്റെ വീഴ്ചകളെ ഓർത്ത്, എൻ്റെ പരാജയങ്ങളെ ഓർത്ത്, എൻ്റെ താഴ്ചകളെയും എൻ്റെ ജീവിതത്തിലെ പാളിച്ചകളെയും ഓർത്ത് കരയാൻ സാധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതം കൂടുതൽ പ്രകാശമാനമാകുന്നത്. അതുകൊണ്ട് കരച്ചിലിൻ്റെ ആത്മീയത നാം വളർത്തേണ്ടിയിരിക്കുന്നു. കർത്താവേ, എന്നെ ഓർത്ത് ഞാൻ കരയുന്നു. വിശുദ്ധ കുർബാനയിൽ ഹൂസോയോ പ്രാർത്ഥന എന്ന് പറയുന്ന മനോഹരമായ പ്രാർത്ഥനയുണ്ട്. അവിടെ എന്താ പറയുന്നത്? എൻ്റെ പാപങ്ങളും വളരെയും അസംഖ്യങ്ങളുമായി എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ളതിൻ്റെ ജനത്തിൻ്റെ പാപങ്ങളും മായ്ക്കണം എന്ന് പറഞ്ഞ് കരയുകയാണ്.
വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ കരച്ചിൽ കഴിഞ്ഞിട്ടാണ് നാം വിശുദ്ധ ബലിയുടെ പ്രധാന ഭാഗത്തേക്ക് കടക്കുന്നത്. കരയുവാൻ നമുക്ക് കണ്ണുനീരുണ്ടാവട്ടെ. ഒത്തിരി കരയേണ്ടിയിരിക്കുന്നു. ചൊവ്വാഴ്ച 3-ാം മണി നമസ്കാരത്തിനകത്ത് സൂത്താറ പ്രാർത്ഥനയ്ക്കകത്തൊരു പ്രാർത്ഥനയുണ്ട്. നീ അനുതാപം ചിത്രമതാക്കാൻ നോക്കുന്നെങ്കിൽ വർണ്ണച്ചായം കൈക്കൊള്ളേണ്ട കണ്ണീരേൽക്കൂ. ഒരു അനുതാപം എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഒന്ന് ചിത്രത്തിലാക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ വർണ്ണച്ചായം എടുക്കണ്ട, ഒരു കളറും എടുക്കണ്ട. അതിന് പകരം എന്ത് ചെയ്താൽ മതി? കണ്ണീരേൽക്കൂ എന്ന് പറയുന്നു. അനുതാപം നാം കാണേണ്ടത്, ചിത്രീകരിക്കപ്പെടേണ്ടത് ഏതിലാണ്? കണ്ണുനീരിലായിരിക്കണം. ആ കണ്ണുനീരിന്റെ ആത്മീയത വളർത്തിയെടുക്കുവാനായിട്ടാണ് നാം ഈ നോമ്പിന്റെ സമയങ്ങളിലൊക്കെ ശ്രമിക്കേണ്ടത്. ഇംഗ്ലീഷിൽ പറയും ദ മോസ്റ്റ് മാജിക്കൽ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ് 3 വാക്കുകളാണെന്ന് പറയും. ഐ ആം സോറി. ഐ ആം സോറി, എനിക്ക് തെറ്റുപറ്റി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മാജിക്കൽ വേർഡ്സ്. 3 വാക്കുകളാണ്. ഐ ആം സോറി. പ്രിയപ്പെട്ടവരെ, കരയാനുള്ള അവസരമാണ് ഈ നോമ്പ്. എന്തിനു വേണ്ടി കരയണം? കർത്താവ് കുരിശെടുത്തുകൊണ്ട് പോയപ്പോൾ പിറകെ മാറത്തലച്ച് കരഞ്ഞ സ്ത്രീകളോട് പറഞ്ഞ അതേ കാര്യം. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരയുവീൻ. നമ്മളെ ഓർത്ത് കരയാൻ ഒത്തിരിയുണ്ട്. നമ്മുടെ വരുന്ന ജനറേഷൻസിനെ ഓർത്ത് കരയുവാൻ ഒത്തിരിയുണ്ട്. അനേകം മാതാക്കളും പിതാക്കളും വരുന്ന ജനറേഷന് വേണ്ടി കരയണം, കരഞ്ഞേ പറ്റുകയുള്ളൂ. ഇപ്പൊ ബഹുമാനപ്പെട്ട KM ജോർജിനോട് ഓർപ്പിച്ചല്ലോ, ലോകമാസകലം ഒരു വളരെ അസ്വസ്ഥപൂർണമായ ഒരവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. ഇന്നലെ ഞാൻ യൂട്യൂബിൽ ഒരു പ്രത്യേക വീഡിയോ കണ്ടു. അത് ഇറാഖിൽ മോസൂൾ എന്ന ഗ്രാമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. മോസൂൾ എന്ന് പറയുന്ന ഗ്രാമം എനിക്ക് തോന്നുന്നു നിനുവ എന്ന് നമ്മൾ ബൈബിളിൽ വായിക്കുന്ന ആ പട്ടണമാണ്. നിനുവ പട്ടണമാണ് മൊസൂൾ എന്ന് പറയുന്ന ആ സ്ഥലം. അവിടെ മിനിഞ്ഞാന്നത്തെ സ്റ്റോറിയാണ്. കുറെ അധികം ചെറുപ്പക്കാരെ ഐസിസ് എന്ന് പറയുന്ന ആ വിമത ഗ്രൂപ്പ്, ഭീകരന്മാരുടെ ഗ്രൂപ്പ് പിടിച്ചിട്ട്, നല്ല ചെറുപ്പക്കാരാണ്, 15 വയസ്സിന് മുകളിലേക്കുള്ള നല്ല കുട്ടികളാണ്, ചെറുപ്പക്കാര്. അവരെ ഇങ്ങനെ ലൈനായിട്ട് നടത്തിക്കൊണ്ടുപോയിട്ട് ഒരു തടാകത്തിന്റെ കരയിൽ കൊണ്ടുവന്ന് ഓരോരുത്തരെയും, 2 പേരിങ്ങനെ അപ്പുറം ഇപ്പുറം പിടിച്ചിരിക്കുകയാണ്. ഓരോരുത്തരെയും പിടിച്ചിട്ട് തലയ്ക്ക് വെടിവെച്ച് തടാകത്തിലേക്ക് തള്ളുകയാണ്. ഓരോരുത്തരെ നമ്മൾ ഈ ചിക്കൻ വാങ്ങുന്ന കടയിൽ ചെല്ലുമ്പോൾ കണ്ടിട്ടുണ്ടല്ലോ, അതിന്റെ കഴുത്തിങ്ങനെ അറുത്തേച്ച് ഒരു ടബിനകത്തോട്ടിടും എന്ന് പറയുന്നത് പോലെയാണ്. തലയ്ക്ക് വെടിവെച്ച് ഓരോ കുട്ടികളെയും ഇങ്ങനെ തടാകത്തിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുന്ന വീഡിയോ മിനിഞ്ഞാന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കാണണം. നമ്മുടെ ക്രിസ്തീയ സഹോദരങ്ങളാണ്. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം തള്ളിപ്പറയാൻ മനസ്സ് വയ്ക്കാഞ്ഞതുകൊണ്ട് കുട്ടികളെ കൊല്ലുകയാണ്. അവിടെ അവർ അന്ത്യശാസനം കൊടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണം? യേശു ക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞ് മുസ്ലിങ്ങളാവണം. അതല്ലെങ്കിൽ നിങ്ങൾ എടുക്കാൻ മേലാത്ത ടാക്സ് കൊടുത്തുകൊണ്ട് ജീവിച്ചോണം എന്ന് പറഞ്ഞ് ക്രിസ്തീയ വീടുകൾക്കെല്ലാം ഒരടയാളം ഇട്ടിരിക്കുകയാണ്. ഇപ്പോൾ അവരെ കൊല്ലാൻ വേണ്ടിയാണ്. കൊല്ലാൻ നിർത്തിയിരിക്കുന്ന ആടുകളെ പോലെ എന്ന് പറയുന്നത് അർത്ഥവത്തായി തീരുന്ന ഇവിടെയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ക്രിസ്ത്യാനികൾ കരഞ്ഞോ അവർക്ക് വേണ്ടി? നമ്മളെല്ലാവരും ഇവിടെ ഇരുന്ന് കരയുന്നുണ്ട്. എന്തിനാണെന്നറിയാമോ? എൻ്റെ വീട് കുറെ കൂടെ വലുതാക്കാനും, എനിക്ക് നല്ല പ്രൊമോഷൻ കിട്ടാനും, ജീവിതത്തിൽ മറ്റ് സൗഭാഗ്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ഇരുന്ന് കരയുന്നുണ്ട്. പലയിടത്തും, പരുവരയിലും മണർകാട്ടും കോതമംഗലത്തും ഒക്കെ പോയിരുന്ന് കരയുന്നുണ്ടാവാം. പക്ഷേ അറുക്കുവാനുള്ള കുഞ്ഞാടുകളെ പോലെ നിരനിരയായി നിർത്തിയിരിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി ഒരു തുള്ളി കണ്ണുനീർ പൊഴിക്കാൻ നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞോ എന്ന് നാം ഓർക്കുക. ഒരുപക്ഷെ എല്ലാ ആഴ്ചയിലും നമ്മൾ കുർബാന ചൊല്ലുന്നുണ്ട്. ഈ സമയങ്ങളിൽ പത്രവാർത്തയും വരുന്നുണ്ട്. ഞാൻ ഒരു പള്ളിയിലും പറഞ്ഞു കേട്ടില്ല ഇറാഖിൽ അനേകം ക്രിസ്ത്യാനികളെ കൊല്ലുന്നു, സിറിയയിൽ നിന്ന് അനേകം ക്രിസ്തീയ കുടുംബങ്ങൾ പലായനം ചെയ്യുന്നു, ട്യൂണീഷ്യയിൽ അനേകം പേരെ കൊന്നുകൊണ്ടിരിക്കുന്നു, നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് ഒരു പള്ളിയിലും പറയുന്നത് ഞാൻ കേൾക്കുന്നില്ല. നമ്മൾ കരഞ്ഞേ പറ്റുകയുള്ളൂ. ഇവിടെ സുഖിമാന്മാരായി ജീവിക്കുന്ന ക്രിസ്ത്യാനികൾ കരയാനെങ്കിലും കഴിയണം. ഒരുപക്ഷെ യേശുവിന് വേണ്ടി മരണം സ്വീകരിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ പോലും
മരണത്തിനു വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്ന ജനത്തിനു വേണ്ടി കരയുവാൻ നാം കണ്ണുനീർ കണ്ടെത്തണം. അതുകൊണ്ട് ഈ കരച്ചിലിന്റെ ഒരു ആത്മീയത ശക്തമായി നമ്മുടെ സഭയിലേക്ക് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കരയാനുള്ള അവസരം എങ്ങനെയെങ്കിലും ഇല്ലാതാക്കാനാണ് ഇപ്പൊ നോക്കുന്നത്. കൺഫെഷനിലാണൊന്ന് കരയാനുള്ള സമയം. കുമ്പസാരിക്കുന്ന സമയത്താണ് നമ്മളൊക്കെ മനസ്സറിഞ്ഞൊന്ന് കരയേണ്ടത്. ഇന്ന് എങ്ങനെ കുമ്പസാരിക്കാതിരിക്കാം എന്നുള്ളതാണ് നമ്മൾ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം. എങ്ങനെ കുമ്പസാരിക്കാതെ രക്ഷപ്പെടാൻ സാധിക്കും? ഒരു ഹൂസോയോ എന്ന് പറയുന്ന ഒരു പരിപാടിയിൽ നമ്മുടെ കണ്ണുനീര് അവസാനിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കരയാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നത് ഒരു വലിയ ദൗർഭാഗ്യമാണ്. കരയാനായിട്ട് നമുക്ക് കണ്ണുനീര് കണ്ടെത്താം. പരിശുദ്ധന്മാർ പിതാക്കന്മാരെല്ലാവരും ഈ കരച്ചിലിന്റെ വഴിയിലൂടെ പോയവരാണ് കേട്ടോ. ഞാൻ ഈ കഴിഞ്ഞിടയ്ക്ക് മണലാരണ്യത്തിലെ ഒരു പ്രധാന പിതാവായ അബ്ബാ സിസോയി എന്ന് പറയുന്ന പിതാവിന്റെ കഥ വായിച്ചു. അബ്ബാ സിസോയി അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്, ഡെത്ത് ബെഡിലാണ്. അപ്പൊ ശിഷ്യന്മാരെല്ലാവരും ഇങ്ങനെ വട്ടത്തിൽ വന്ന് കട്ടിലിന് ചുറ്റും ഇരിക്കുകയാണ്. ഈ ഗുരു മരിക്കാൻ പോവാണല്ലോ, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ കുറച്ചു കഴിഞ്ഞപ്പോ ഈ അബ്ബാ സിസോയി ആരാണ്ടോടോ വർത്തമാനം പറയുന്നതായിട്ട് കേൾക്കുന്നു. ഉടനെ ശിഷ്യന്മാർ ചോദിച്ചു, ഹു ആർ യു ടോക്കിംഗ് ടു ഫാദർ? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഐ എം ടോക്കിംഗ് ടു ദി ഏഞ്ചൽസ്. ഞാൻ ആരോടാണ് വർത്തമാനം പറയുന്നത്? ഞാൻ മാലാഖമാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പൊ ശിഷ്യന്മാർ ചോദിച്ചു, എന്ത് മാലാഖമാരോട് സംസാരിക്കുന്നോ? എന്താണ് നിങ്ങൾ സംസാരിക്കുന്നത് എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, ഐ ആസ്ക് ഫോർ മോർ ടൈം. അല്പം കൂടെ സമയം തരണമെന്നാണ് മാലാഖമാരോട് ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മരിക്കാൻ പോവാണ്, അപ്പൊ എനിക്ക് അല്പം കൂടെ സമയം തരണം എന്ന് മാലാഖമാരോട് പറയുന്നു. ഉടനെ ശിഷ്യന്മാർക്ക് വലിയ അമ്പരപ്പുണ്ടായി. ഇത്ര വിശുദ്ധനായി ജീവിച്ച ഈ മനുഷ്യന് മരിക്കാൻ ഇഷ്ടമില്ലല്ലോ എന്നോർത്ത് ശിഷ്യന്മാർ ചോദിച്ചു, യു വാണ്ട് മോർ ടൈം ഫോർ വാട്ട് എന്ന് ചോദിച്ചുടനെ അദ്ദേഹം പറയുകയാണ്, ഐ വാണ്ട് മോർ ടൈം ടു റിപ്പന്റ്. എനിക്ക് അല്പം കൂടെ സമയം വേണം. എന്തിനാണെന്നറിയാമോ? അനുതപിക്കുവാൻ. വിശുദ്ധനായ വിശുദ്ധിയുടെ അങ്ങേ അറ്റമെത്തിയ ഒരു പിതാവാണ് പറയുന്നത്, എനിക്ക് അനുതപിക്കാൻ ഒരല്പം കൂടെ സമയം തരണം എന്ന് മാലാഖമാരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വാത്സല്യമുള്ളവരെ, നമുക്ക് ഈ അനുഭവമുണ്ടോ? ഈ കരച്ചിലിന്റെ അനുഭവമുണ്ടോ? അനുതാപത്തിന്റെ അനുഭവമുണ്ടോ? ഓരോ വർഷവും ഒരു നേർച്ച പോലെ കുമ്പസാരം നടത്തി പൊതുയോഗത്തിൽ പോയി വോട്ട് ചെയ്യുന്നതല്ലാതെ അവനവന്റെ ഹൃദയത്തിന്റെ ഭാരം, അവനവന്റെ വീഴ്ചകളെ പറ്റി സത്യാനുതാപം നടത്തുവാൻ കുമ്പസാരം എന്ന വേദി നാം ഉപയോഗിക്കാറുണ്ടോ എന്ന് ചിന്തിക്കുക. അതുകൊണ്ട് കരയുവാൻ നമുക്ക് കഴിയട്ടെ. അവനവന്റെ കുറവുകളെ പറ്റി, അവനവന്റെ അപര്യാപ്തതകളെ പറ്റി, അവനവന്റെ പാളിച്ചകളെ പറ്റി ബോധം നമുക്കുണ്ടാവണം. വിശുദ്ധരിൽ വിശുദ്ധനായ മാർ അപ്രേം മരിക്കാൻ കിടന്നപ്പോ പറഞ്ഞു, എന്നെ മദ്ബഹായുടെ കീഴിൽ അടക്കരുത്. അത് വിശുദ്ധന്മാരുടെ സ്ഥലമാണ്, അവിടെ എന്നെ അടക്കരുത്. എന്നെ സാധാരണക്കാരെ അടക്കുന്ന സെമിത്തേരി പോലും അടക്കരുത്. കാരണം അവരോടൊപ്പം കിടക്കാൻ പോലുമുള്ള യോഗ്യത എനിക്കില്ല. എന്നെ നിങ്ങൾ അടക്കേണ്ടത് തെമ്മാടിക്കുഴിയിലാണ്. മാർ അപ്രേമിനെ അങ്ങനെ അടക്കിയെന്നാ പറയുന്നത്. പിന്നീടാണ് അദ്ദേഹത്തിന്റെ അസ്ഥികൾ എടുത്തുകൊണ്ട് പോയി പള്ളിയിൽ നിക്ഷേപിച്ചു എന്ന് പറയുന്നു. ആരാണ്? വിശുദ്ധിയുടെ അങ്ങേ അറ്റമെത്തിയ മാർ അപ്രേം. വാത്സല്യമുള്ളവരെ, നമ്മളെ പറ്റിയുള്ള നമ്മുടെ ബോധ്യം ചിലപ്പോഴൊക്കെ അതിര് കടന്നതാണ്. കരയാനുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അതിനെപ്പറ്റി ആത്മാർത്ഥമായി കരയുവാൻ നമുക്ക് കഴിയട്ടെ. കുമ്പസാരിക്കുമ്പോൾ ഈ കരച്ചിലിന്റെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കുവാൻ ശ്രമിക്കണം. ചിലരൊക്കെ കുമ്പസാരിക്കാൻ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഞാൻ എൻ്റെ സമയം വെറുതെ കളയുന്നതാണ്. കാരണം കുമ്പസാരിക്കുമ്പോൾ അവനവന്റെ നന്മകളെ പറ്റി പറയാനാണ് പലരും വരുന്നത്. ആരോ പണ്ട് പറഞ്ഞതുപോലെ, ഈ ആളിനെ എടുത്ത് ത്രോണോസെ വെച്ചേര് എന്ന് പറയത്തക്കവണ്ണമുള്ള വിശുദ്ധിയോടെയാണ് പലരും കുമ്പസാരിക്കാൻ വരുന്നത്. കുമ്പസാരത്തിൽ കരയുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തെ ശരിയായി പരിശോധിക്കുവാനും എന്റെ മഴു തെറിച്ച് യോർദാനിൽ വീണിട്ടുണ്ട് എന്ന് ദൈവസന്നിധിയിൽ ഉറക്കെ പറയുവാനും നമുക്ക് കഴിയണം. അതുകൊണ്ട് നമ്മുടെ കരച്ചില് അല്പം കൂടെ
ഉന്നതത്തിൽ ആക്കുവാൻ നമുക്ക് കഴിയട്ടെ. സഭയിൽ 2 തരം ജലമുണ്ട് എന്ന് പറയാറുണ്ട്. ദ വാട്ടർ ഓഫ് ബാപ്റ്റിസം ആൻഡ് ദ വാട്ടർ ഓഫ് ടിയേഴ്സ്. സഭയിൽ ഒരു തരം വെള്ളം എന്താണ്? നമ്മെ ചെറുപ്പത്തിൽ കഴുകി വെണ്മയാക്കി എടുക്കുന്ന മാമോദീസ വെള്ളം. അതാണ് ഒരു ടൈപ്പ് ജലം. വേറൊരു ടൈപ്പ് ജലമാണ് ദി വാട്ടർ ഓഫ് ടിയേഴ്സ്. അവനവന്റെ കണ്ണുനീരിലൂടെ കഴുകുന്ന ആ ജലം. ഇത് രണ്ടും സഭയിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അനുദിനം നമ്മുടെ ജീവിതത്തെ കൂടുതൽ ശക്തമാക്കുവാൻ, മൂർച്ചയുള്ളതാക്കുവാൻ, ഈ മഴുവിന്റെ മൂർച്ച പോകുന്നുണ്ടെങ്കിൽ അത് ശരിപ്പെടുത്തിയെടുക്കുവാൻ കഴിയുകയുള്ളൂ എന്ന് ഓർമ്മിപ്പിക്കുന്നു. കരഞ്ഞപ്പോൾ ഇയാൾ എന്ത് ചെയ്തു? പ്രവാചകൻ, ശിഷ്യൻ ഉറക്കെ കരഞ്ഞു. ഇത് വായ്പ വാങ്ങിയതായിരുന്നു യജമാനെ എന്ന് പറഞ്ഞ് കരഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? പ്രവാചകൻ അവനോട് ചോദിച്ചു, വേർ ഡിഡ് ഇറ്റ് ഫോൾ? അതെവിടെയാണ് വീണത് എന്ന് ചോദിച്ചു. എവിടെ വീണു എന്ന് പ്രവാചകൻ വളരെ ശക്തമായിട്ട് അവനോട് ചോദിക്കുകയാണ്. അപ്പോൾ പ്രവാചക ശിഷ്യൻ ആ മഴു വീണ സ്ഥലം അവനെ കാണിച്ചു കൊടുത്തു. അവ്യക്തമായിട്ടല്ല, വളരെ വ്യക്തമായി ശുദ്ധമായി പറയുകയാണ്, ഇന്ന സ്ഥലത്താണ് എൻ്റെ മഴു വീണത് എന്ന്. സ്നേഹിതരെ, മഴു എവിടെ വീണു എന്നതിനെ പറ്റി നമുക്ക് ബോധമുണ്ടാവണം. എവിടെ വെച്ചാണ് എൻ്റെ ആത്മീയ ശക്തി ചോർന്നു പോയത് എന്ന് നാം ചിന്തിക്കണം. ചില പർട്ടിക്കുലർ സ്ഥാനങ്ങളിൽ, ചില പ്രത്യേക അവസരങ്ങളിൽ എൻ്റെ ശക്തി ചോർന്നുപോയി എന്ന് നമുക്ക് പറയാൻ കഴിയണം. ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു കുട്ടിയൊരു ചെറുപ്പക്കാരൻ എന്നോട് വളരെ രഹസ്യമായിട്ടൊരു കാര്യം പറഞ്ഞു. അച്ഛാ, ഇതെങ്ങും പറയേണ്ടതല്ല, എന്നാൽ പോലും ഞാൻ പറയുകയാണ്. ഞാൻ ആദ്യമായിട്ട് മദ്യപാനം നടത്തുന്ന ഒരു പയ്യൻ, അവനെ ഉപദേശിക്കാനാണ് ഞാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്നത്. ഉടനെ അയാൾ എന്നോട് പറയുകയാണ്, ഞാൻ ആദ്യമായിട്ട് മദ്യം കുടിച്ചത് യൂത്ത് ലീഗിന്റെ മീറ്റിങ്ങിലാണ്. ഇപ്പൊ പലയിടത്തും അങ്ങനെ ആകട്ടോ, യുവജന പ്രസ്ഥാനത്തിന്റെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞ ഒരു പാർട്ടിയും കൂടെ ഉണ്ട്. എല്ലാവരും അവിടെ വെച്ചാ പലപ്പോഴും ഇത് രുചിച്ചേച്ചു പോകുന്നത്. ഓർത്തു നോക്കിക്കേ, നീ വീണത് എവിടെയെന്ന് നീ പറയണം. യൂത്ത് മൂവ്മെന്റ് മീറ്റിംഗിലാണെങ്കിൽ അക്കാര്യം നീ പറയണം. സൺഡേ സ്കൂളിൽ വെച്ചാണെങ്കിൽ അക്കാര്യം നീ പറയണം. മർത്തമറിയം സമാജത്തിൽ നുണ പറഞ്ഞിരുന്നാണെങ്കിൽ നീ അത് പറയണം. മറ്റുള്ളവർക്കിട്ട് പാര വെച്ചതാണെങ്കിൽ അത് പറയണം. എവിടെ വീണു എന്ന് പറയണം. ഈ മഴു എവിടെയാണ് തെറിച്ചത് എന്ന് നീ പറയണം. പലരും അത് പറയാറില്ല. അതിന്റെ സ്പെസിഫിക് സ്ഥാനം എവിടെയാന്ന് പറയാറില്ല. എവിടെ വെച്ചാണ് ഈ അബദ്ധം പിണഞ്ഞതെന്ന് പറയാറില്ല. അമളികൾ എല്ലാവർക്കും പറ്റാം. വലിയ ആളുകൾക്ക് വലിയ അമളിയും ചെറിയ ആളുകൾക്ക് ചെറിയ അമളിയായിരിക്കും പറ്റുന്നതെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എവിടെ വീണു എന്നത് വളരെ നിയതമായി സ്പെസിഫിക് ആയിട്ട് പറയുവാൻ നമുക്ക് കഴിയണം. പ്രവാചകൻ ചോദിക്കുന്നു, നിന്റെ മഴു എവിടെയാണ് വീണത്? ഇവിടെ ഇരിക്കുന്ന, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് പുറകോട്ട് പോയി നമ്മുടെ ചെറുപ്പകാലങ്ങളിൽ എവിടെയെങ്കിലും നമുക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇരുന്ന് കരയാൻ ശ്രമിക്കുക. എന്നോട് ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു വീട്ടമ്മ വിളിച്ചു പറഞ്ഞു, അച്ഛാ, എനിക്ക് വലിയൊരു അബദ്ധം ജീവിതത്തിൽ പറ്റി. എൻ്റെ ഒരു കുഞ്ഞ് 13 വയസ്സായപ്പോൾ മരിച്ച സമയമാണ്. ആ കുഞ്ഞിൻ്റെ മരണം കഴിഞ്ഞ് 10-13 ദിവസമേ ആയുള്ളൂ. എന്നെ വിളിച്ചു പറയുകയാണ്, എനിക്ക് വലിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ഈ 13ാമത്തെ വയസ്സിൽ മരിക്കാനൊരു കാരണം എന്തെന്ന് ഞാൻ അന്വേഷിക്കുകയായിരുന്നു. അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും കൂടെ തീരുമാനിച്ചു, ആദ്യ 3 വർഷങ്ങളിലേക്ക് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിച്ചിട്ട്. പക്ഷേ ആ 3 വർഷത്തിനിടയ്ക്ക് 2 പ്രാവശ്യം ഞാൻ ഗർഭിണിയായി. ഈ 2 പ്രാവശ്യവും യാതൊരു വിവേകവും കാണിക്കാതെ, യാതൊരു വകതിരിവുമില്ലാതെ ഞാൻ ഈ 2 കുഞ്ഞുങ്ങളെയും അബോർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അതുകൊണ്ടാണോ എൻ്റെ ഇപ്പോൾ ഈ കുഞ്ഞിനെ ദൈവം എടുത്തത് എന്ന് പറഞ്ഞ് സ്ത്രീ കരയുകയാണ്. വാത്സല്യമുള്ളവരെ, നിങ്ങൾക്കൊക്കെ നമുക്കൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ചെറുതോ വലുതോ ആയ അബദ്ധങ്ങളും അല്ലെങ്കിൽ അറിവില്ലായ്മയും ഒക്കെ സംഭവിച്ചെന്നിരിക്കാം. പക്ഷേ ഏറ്റുപറയണം, എവിടെയാണ് നീ വീണത്,
എവിടെയാണ് നിനക്ക് കുഴപ്പമുണ്ടായത് എന്ന് പറയണം. ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ പറ്റുന്നവരൊക്കെ മഹാഭാവികളാണ്, അവരൊരിക്കലും നന്നാവില്ല എന്ന് പറഞ്ഞ് അവരെ ഉപേക്ഷിക്കാനല്ല, അവരെയും ദൈവത്തിന് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകൻ പറയുന്നത്, നിന്റെ പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഞാൻ അവയെ ഹിമം പോലെ വെളുപ്പിച്ചു തരാമെന്ന്. പക്ഷേ എവിടെ വീണു, എങ്ങനെ വീണു, എപ്പോൾ വീണു എന്ന് നീ വ്യക്തമായി പറയണം. നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാവട്ടെ, ഒരു സെൽഫ് ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാവട്ടെ. അതിനായിട്ടായിരിക്കണം ഈ നോമ്പിന്റെ അവസരങ്ങളെ നാം രൂപാന്തരപ്പെടുത്തേണ്ടത്. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും നമസ്കാരങ്ങളിലും ത്യോബൂസോ അല്ലെങ്കിൽ അനുതാപം എന്ന് പറയുന്ന ഹെഡിങ്ങിൽ ഒരു ഗീതമോ പ്രാർത്ഥനയോ ഒക്കെ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമ്മുടെ എല്ലാ നമസ്കാരങ്ങളും നോക്കിക്കോളൂ, അവിടെ പരിശുദ്ധന്മാരുടെ ഒരു സ്റ്റാൻസ കാണും, അതുപോലെ തന്നെ അനുതാപത്തിൻ്റെ കാണും. ഇങ്ങനെ പല ടൈപ്പിലുള്ള പ്രാർത്ഥനകളാണ്. അതിലെല്ലാ പ്രാർത്ഥനകളിലും ഒഴിച്ചുകൂടാനാവാതെ അനുതാപം എന്ന് പറയുന്നൊരു ഹെഡിങ് ഉണ്ടാവും. എന്തിനാണ് പ്രാർത്ഥനയ്ക്കുള്ളിൽ ഈ അനുതാപം വെച്ചിരിക്കുന്നത്? നമ്മളിതൊന്നും അറിയാതായി ചൊല്ലുന്നത്, ഒത്തിരി ചൊല്ലിക്കൂട്ടുന്നുണ്ട്. പക്ഷേ ഇത് എന്തിനായി പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാറില്ല. അനുതാപം എന്ന് പറയുന്ന ഭാഗത്ത് നാം നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കുകയാണ്. നമ്മുടെ പാപങ്ങളെപ്പറ്റി, നമ്മുടെ ദോഷങ്ങളെപ്പറ്റി, നാം ചെയ്തു കൂട്ടുന്ന അതിക്രമങ്ങളെപ്പറ്റി ചിന്തിക്കുവാനും അത് പരിഹരിക്കുവാനുമുള്ള ഒരവസരമാണ്. ഇങ്ങനെ ചൂണ്ടിക്കാണിച്ച് ഇവിടാണ് വീണത് എന്ന് പ്രവാചകനെ കാണിച്ചപ്പോൾ പ്രവാചകൻ എന്ത് ചെയ്തു? ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. ഒരു കോൽ വെട്ടി അവിടെ എറിഞ്ഞു. എറിഞ്ഞപ്പോൾ ആ ഇരുമ്പ് വെള്ളത്തിൽ പൊന്തി വന്നു. പൊന്തി വന്നപ്പോ പറയുന്ന കാര്യം വളരെ വ്യക്തമാണ്. അവനോട് പറഞ്ഞു, നിന്റെ കൈ നീട്ടി നീ അത് എടുത്തുകൊള്ളുക എന്ന് പറയും. പ്രവാചകൻ എടുത്തു കൊടുത്തില്ല, മറിച്ച് അവനോട് തന്നെ പറയുകയാണ്, നീ കൈ നീട്ടി അത് എടുത്തുകൊള്ളുക. നിന്റെ കയ്യിൽ നിന്നാണ് ഇത് പോയത്, നീ തന്നെ അത് തിരിച്ചെടുക്കണം. നമുക്ക് നമ്മെ ഉപദേശിക്കുന്നവരും സഹായിക്കുന്നവരും നമ്മെ വഴി നടത്തുന്നവരും ഒക്കെ കാണും. അവരല്ല ഇത് തിരിച്ചെടുത്ത് തരേണ്ടത്. എടുക്കേണ്ടത് ആരാണ്? നമ്മളാണ്. അതിനുള്ള വഴി പറഞ്ഞു തരും, അല്ലെങ്കിൽ അതിനുള്ള മുഖാന്തരങ്ങൾ ഉണ്ടായെന്നിരിക്കും. പക്ഷേ we have to appropriate the lost grace personally. നമ്മൾ തന്നെ നമുക്ക് നഷ്ടപ്പെട്ട ശക്തി തിരിച്ചെടുക്കുവാൻ കൈനീട്ടണം. അതിനായിട്ട് നമുക്ക് ഈ നോമ്പിന്റെ സമയങ്ങളിൽ ഒരുങ്ങേണ്ടിയിരിക്കുന്നു. നമുക്ക് ഒരു അനുതാപത്തിന്റെ, കരച്ചിലിന്റെ അനുഭവമായിട്ട് ഈ നോമ്പിനെ വേർതിരിക്കാം. ഒരു റിപ്പൻറ്റൻസ് ഉണ്ടാവട്ടെ. റിപ്പൻറ്റൻസിലൂടെ മാത്രമേ റിക്കവറി ഉണ്ടാവുകയുള്ളൂ, റിട്രീവൽ ഉണ്ടാവുകയുള്ളൂ. റിപ്പൻറ്റൻസ് ഇല്ലാതെ നമുക്ക് റിക്കവറി നടക്കുകയില്ല. അതുകൊണ്ട് റിക്കവറിയുടെ, ഒരു റിട്രീവലിന്റെ, ഒരു തിരിച്ചെടുപ്പിന്റെ അവസരമായി ഈ നോമ്പിന്റെ സമയങ്ങൾ നമുക്ക് മാറട്ടെ. വി നീഡ് ടു ഹാവ് എ തറോ റീഡയറക്ഷൻ ഇൻ അവർ ലൈഫ്, എ റാഡിക്കൽ റീഡയറക്ഷൻ ഇൻ അവർ ലൈഫ്. അത് ഇപ്പോഴത്തെ പുതിയ ലോക സാഹചര്യങ്ങളിൽ കുറെ കൂടെ നാം വിശകലനം ചെയ്യുവാനും, നമ്മുടെ ആത്മീയ ജീവിതങ്ങളിൽ എവിടെയെങ്കിലും അന്ധകാരം നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനെ മാറ്റിയെടുക്കുവാനും ഈ നോമ്പിലൂടെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനായിട്ട് നമ്മെ സജ്ജരാക്കട്ടെ എന്ന് പ്രത്യേകം ആശംസിച്ചുകൊണ്ടും, ഇന്ന് ഇവിടെ ധ്യാനം നയിക്കുവാൻ തക്കവണ്ണം എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദി നിങ്ങളെല്ലാവരോടും, പ്രത്യേകിച്ച് SGOS സൊസൈറ്റിയോടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.